ഹലോ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ചോംസ്കിയുടെ തിയറി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. ചോംസ്കിയുടെ തിയറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ വ്യത്യസ്ത തരം തിയറികൾ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യത്തെപ്പറ്റി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് സൈക്കോളജിസ്റ്റുകൾ ചിന്തിച്ചത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റുകളുടെ ബിലീഫ് എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലേൺഡ് എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ആർജിതമായ ഒരു ശേഷിയാണ്. എൻവയൺമെൻറ്റിൽ നിന്ന് എക്സ്പീരിയൻസുകളിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഭാഷ. ലാംഗ്വേജ് ഈസ് ലേൺഡ് എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റുകൾ ബിലീവ് ചെയ്തിരുന്നത്. അതേസമയം തന്നെ മറ്റൊരു ഗ്രൂപ്പ് ബിലീവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ ശക്തമായി വാദിച്ചത് ലാംഗ്വേജ് ഇസ് ഇന്നേറ്റ് എന്നുള്ള ഒരു കാര്യമാണ്. അത് ഭാഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ അന്തർലീനമായ ഒരു കാര്യമാണ്, ജനിക്കുമ്പോൾ തന്നെ ഇന്നേറ്റായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്, അതവൻ്റെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇറ്റ് ഇസ് ഇന്നേറ്റ് എന്നുള്ള രീതിയിലാണ് വേറൊരു ഗ്രൂപ്പ് ഓഫ് തിങ്കേഴ്സ് ബിലീവ് ചെയ്തിരുന്നത്. അപ്പോൾ വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള രണ്ട് വിശ്വാസ പ്രമാണങ്ങളിലൂടെയാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ തിയറികൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ലാംഗ്വേജ് ഇസ് ലേൺഡ് എന്നുള്ള ഒരു കൺസെപ്റ്റും കോൺട്രഡിക്റ്ററി ആയി ലാംഗ്വേജ് ഇസ് ഇന്നേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെയും ബേസ് ചെയ്തിട്ടാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ തിയറികൾ വരുന്നത്. നമുക്ക് ചോംസ്കിയുടെ തിയറിയിലേക്ക് പോകാം. നോം ചോംസ്കി ഇന്നും ജീവിച്ചിരിക്കുന്ന വളരെ എക്സ്പേർട്ടായിട്ടുള്ള വളരെ ക്രെഡിബിളായിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക്കാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ യൂട്യൂബ് ലൈവ് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ വളരെ നൂതനമായ ഒരുപാട് തിയറികൾ പുട്ട് ഫോർവേഡ് ചെയ്ത, ഇന്നും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനും എഡ്യൂക്കേഷനും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നോം ചോംസ്കി. 1960കളിലാണ് ഇദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തുടങ്ങുന്നത്. അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് 1950s കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറികൾ നമ്മൾ സ്കൂൾസ് ഓഫ് സൈക്കോളജി പറഞ്ഞ സമയത്ത് കോഗ്നിറ്റിവിസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഗ്നിറ്റിവിസം വളരെ പുതിയ ചിന്താഗതികൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ജനങ്ങളത് വളരെയധികം സ്വീകരിക്കുകയും അതിന് വളരെയധികം പോപ്പുലാരിറ്റി കിട്ടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ സ്കിന്നറുടെ തിയറികൾ, അത് നമ്മൾ അടുത്ത സെമസ്റ്ററിൽ പഠിക്കും. സ്കിന്നറുടെ തിയറി ഓഫ് ഓപ്പറാൻഡ് കണ്ടീഷനിങ്ങും അതുമായി ബന്ധപ്പെട്ട ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ് എന്നുള്ളൊരു കാര്യവും ലാംഗ്വേജ് ഈസ് ലേൺഡ് ത്രൂ എ മെക്കാനിക്കൽ പ്രോസസ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ റിവാർഡ് വഴിയൊക്കെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു കാര്യത്തെ എതിർത്തുകൊണ്ടാണ് ചോംസ്കി അദ്ദേഹത്തിൻ്റെ തിയറിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ചോംസ്കിയുടെ അഭിപ്രായത്തിൽ നമ്മൾ നേരത്തെ രണ്ട് കാറ്റഗറി ആയിട്ട് തിങ്കേഴ്സിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജസ് ലേൺഡ് എന്നും ലാംഗ്വേജസ് ഇന്നേറ്റ് എന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. ഇതിൽ ചോംസ്കിയുടെ അഭിപ്രായം ഒരു ഇന്നേറ്റ് എബിലിറ്റിയാണ്. ലാംഗ്വേജ് ലേണിംഗ് ഈസ് ആൻ ഇന്നേറ്റ് എബിലിറ്റി എന്നുള്ളതാണ് ചോംസ്കിയുടെ വ്യൂ പോയിൻ്റ്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു എബിലിറ്റിയാണ് ഹൗ ടു ലേൺ ലാംഗ്വേജ് എന്നുള്ള ഒരു കാര്യം എന്നാണ് ചോംസ്കി പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലും ഒരു ലേറ്റൻ്റായിട്ട് കിടക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ലാംഗ്വേജ് ലേൺ ചെയ്യാനുള്ള പ്രീഡിസ്പോസിഷൻസ് എല്ലാവരുടെയും ജനിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഇറ്റ് ഇസ് ഇൻസ്റ്റിങ്ക്റ്റീവ്. അതായത് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഇൻസ്റ്റിങ്ക്റ്റുകളുണ്ട്. അതേപോലെയുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, അല്ലെങ്കിൽ LED, ലാഡ് എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയും. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, എല്ലാവരുടെയും ബ്രെയിനിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസാണ് നമ്മളുടെ എൻവയൺമെൻറ്റിൽ നിന്നുള്ള പ്രൈമറി ലിംഗ്വിസ്റ്റിക് ഡേറ്റയെ റിസീവ് ചെയ്ത് അതിനെ ലാംഗ്വേജിൻ്റെ റൂൾസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലാംഗ്വേജ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിലുള്ള ഒരു ടൂളാണ്. ഈ ടൂളാണ് നമ്മളെ എൻവയൺമെൻറ്റിൽ നിന്നും പ്രൈമറി ലിംഗ്വിസ്റ്റിക് ഡേറ്റ സ്വീകരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്യാന്ന് പറയുമ്പോൾ ലാംഗ്വേജിൻ്റെ റൂൾസിനനുസരിച്ച് പ്രോസസ്സ് ചെയ്ത് വേണ്ട സാഹചര്യത്തിൽ വേണ്ട വിധത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തമാക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഗ്രാമർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അത് വ്യത്യസ്ത തരത്തിൽ അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ ഗ്രാമർ, ജനറേറ്റീവ് ഗ്രാമർ, അത് നമ്മൾ തുടർന്ന് അങ്ങോട്ട് കാണും. സോ ഗ്രാമർ എന്ന് പറയുന്ന ഒരു വൈറ്റൽ സ്കില്ലാണ് വിച്ച് ഇസ് ടു ബി
വിച്ച് ഇസ് നീഡഡ് ഫോർ ദ ലേണർ ടു ലേൺ ലാംഗ്വേജ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് ബ്രെയിനിലുള്ള ഒരു ടൂളാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്യുപ്മെൻറ്റ് പോലെയൊന്നും കാണാൻ പറ്റില്ല. ഇറ്റ് ഇസ് എ ലാംഗ്വേജ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കപ്പാസിറ്റി എന്ന് നമുക്ക് പറയാം. സോ ദ ചൈൽഡ് ഡെവലപ്സ് ദ റൂൾസ് ഓഫ് ലാംഗ്വേജ് റാപ്പിഡ്ലി ത്രൂ ദിസ് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്. ഈ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസാണ് ലാംഗ്വേജ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട മേജർ സ്കില്ലുകളെ എൻകോഡ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രാമറിനെ എൻകോഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമതായി ഇദ്ദേഹം പറയുന്ന കൺസെപ്റ്റാണ് ഡീപ്പ് സ്ട്രക്ചറും സർഫസ് സ്ട്രക്ചറും. ഒരു ലാംഗ്വേജിന് ഏതൊരു ലാംഗ്വേജ് എടുത്താലും അതിനൊരു ഡീപ്പ് സ്ട്രക്ചർ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു സർഫസ് സ്ട്രക്ചർ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഓരോ സെൻറ്റൻസിനെയും നമുക്ക് 2 ലെവൽ ഓഫ് റെപ്രസെൻറ്റേഷനിൽ പറയാം, ഡീപ്പ് സ്ട്രക്ചർ ആൻഡ് സർഫസ് സ്ട്രക്ചർ. സർഫസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളും ആ വാക്കുകളുടെ ഓർഗനൈസേഷനെയുമാണ് സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വാക്കുകളുടെ മീനിങ്, അതായത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർലൈങ് റെപ്രസെൻറ്റേഷൻ, ദാറ്റ് ഇസ് ദ മീനിങ് ആണ് എന്തെന്ന് പറയുക, ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുക. ഈ ഡീപ്പ് സ്ട്രക്ചർ എപ്പോഴും നമ്മുടെ ലോങ് ടേം മെമ്മറിയുമായിട്ട് അതേപോലെ നമ്മളുടെ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്സ്, റൂൾസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡീപ്പ് സ്ട്രക്ചർ. സർഫസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വേർഡ്സും അതിൻ്റെ ഓർഗനൈസേഷനുമാണ് സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്ത ഒരു കൺസെപ്റ്റ്, തേർഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ഗ്രാമർ. ചോംസ്കിയുടെ തിയറിയിലെ ഫസ്റ്റ് കൺസെപ്റ്റ് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്. സെക്കൻഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്, ദാറ്റ് ഇസ് ഡീപ്പ് സ്ട്രക്ചർ ആൻഡ് സർഫസ് സ്ട്രക്ചർ. ദ തേർഡ് കൺസെപ്റ്റ് ഇസ് യൂണിവേഴ്സൽ ഗ്രാമർ. യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ആശയമാണ് ലിംഗ്വിസ്റ്റിക് യൂണിവേഴ്സൽസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയം. അദ്ദേഹം പറഞ്ഞത് ലോകത്തിലുള്ള എല്ലാ ഭാഷയ്ക്കും ഒരു അണ്ടർലൈങ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ട്, അത് സെയിം ആണ്. എല്ലാ ഭാഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദ അണ്ടർലൈങ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഇസ് സെയിം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ആശയത്തെയാണ് ലിംഗ്വിസ്റ്റിക് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അപ്പം പെട്ടെന്നൊരു സംശയം വരും, മലയാളം പറയുന്നത് പോലെയല്ലല്ലോ ഇംഗ്ലീഷ് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ രാമൻ പശുവിനെ അഴിച്ചു അല്ലെങ്കിൽ രാമൻ പശുവിനെ കൊന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും ആ ഒരു സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ്റെ രീതിയല്ല നമ്മളുടെ ഇംഗ്ലീഷിലേക്ക് വരുന്നത്. ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്ക് രാമ കിൽഡ് എന്നുള്ള രീതിയിലേക്കാണ് വരിക, വേർബ് കയറി വരും. മറ്റിടത്ത് നമ്മൾ വെർബ് മൂന്നാമതായിരിക്കും പറയുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു സംശയം തോന്നി, എങ്ങനെയാണ് ഈ ഒരു അണ്ടർലൈങ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ എല്ലാ ഭാഷയ്ക്കും സെയിം ആയിട്ട് വരുന്നത്? പക്ഷേ എല്ലാ ഭാഷയിലും എന്തുണ്ടാവും, ഒരു കർത്താവ് ഉണ്ടാവും, ഒരു കർമ്മം ഉണ്ടാവും, ഒരു ക്രിയ ഉണ്ടാവും. അതിൻ്റെ പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഏതൊരു സെൻറ്റൻസിലും ഈ പറയുന്ന കർത്താവും കർമ്മവും ക്രിയയും ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറാണ് യൂണിവേഴ്സലായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള ലാംഗ്വേജസിന് ആ ലാംഗ്വേജസിൻ്റേതായ സ്പെഷ്യൽ റൂൾസ് ഉണ്ടാവും. ആ റൂൾസിനനുസരിച്ച് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അതിനനുസരിച്ച് സ്പെഷ്യൽ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഓരോ ലാംഗ്വേജിലും കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഫണ്ടമെൻ്റലായിട്ടുള്ള അണ്ടർലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം ഒരു കാര്യത്തെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആര് ചെയ്തു, എന്ത് ചെയ്തു, എന്തിൻ്റെ മേലാണത് ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. അത് ഏത് ലാംഗ്വേജിലാണെങ്കിലും സെയിം ആണ്. അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രായോഗിക തലം എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഓരോ ഭാഷയുടെയും രീതികൾക്കനുസരിച്ച് മാറുന്നത്. ദെയർ ഇസ് എ ബേസിക് അണ്ടർലൈൻ സ്ട്രക്ചർ വിച്ച് ഇസ് കോമൺ ടു ഓൾ ലാംഗ്വേജ് എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുമ്പോൾ അവിടെ ഗ്രാമാറ്റിക്കൽ ഇൻഫർമേഷൻ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വീണ്ടും അവിടെ വരികയാണ്. നൗൺ, വെർബ്, ആ നൗണിനെയും വെർബിനെയൊക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്രേസസ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ബോയ് എന്നുള്ള നൗൺ, അതുപോലെ വേർബ് ഈറ്റ് എന്നുള്ള വേർബ്, അതിനെ നമ്മൾ മീനിങ് ഫുൾ ആക്കുമ്പോൾ ദ ബോയ് ഈറ്റ്സ് അല്ലെങ്കിൽ എ ബോയ് ഈറ്റ്സ് എന്നുള്ള രീതിയിലേക്ക് വരും. ബോയ്സ് ആണെങ്കിൽ അത് ഈറ്റ് എന്നുള്ള രീതിയിലേക്ക് വരണം എന്നുള്ളത് പറയുന്നു. കഴിഞ്ഞ കാലമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം എന്നുള്ളത് വരുന്നു. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ ലാംഗ്വേജിനും ഓരോ റൂൾ, ഓരോ രീതികളുണ്ട്. എങ്കിലും പാസ്റ്റ് ടെൻസിനെ ദ്യോതിപ്പിക്കുന്ന രീതി വേറെ, ഫ്യൂച്ചർ ടെൻസിന് വേറെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ ഭാഷയിലും
ഒരു യൂണിവേഴ്സൽ രീതി ഉണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് എന്നുള്ളതിനകത്ത് ഡീപ്പ് സ്ട്രക്ചറും സർഫസ് സ്ട്രക്ചറും ഉണ്ടെന്ന് പറഞ്ഞു. ഡീപ്പ് സ്ട്രക്ചറിനെ സർഫസ് സ്ട്രക്ചറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ അലൗസ് അസ് ടു ട്രാൻസ്ഫോം ദ മീനിങ് ഓഫ് എ സെൻറ്റൻസ് ഇൻ ടു ആക്ച്വൽ വേർഡ്സ് ഇൻ ദ സെൻറ്റൻസ്. നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ വാക്കുകളിലൂടെ ദ്യുതിപ്പിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു കാര്യം നടക്കുന്നത് നമ്മുടെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുക. ദെൻ നെക്സ്റ്റ് തിങ് ഇസ് ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്ന കാര്യമാണ്. ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതായത് ഒരു ഫൈനൈറ്റ് വൊക്കാബുലറിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമുക്ക് കുറച്ച് വാക്കുകൾ അറിയാം, പക്ഷെ നമ്മൾ അതുകൊണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെൻറ്റൻസസ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആകെപ്പാടെ ഒരു 200 വാക്കറിയാം, പക്ഷെ നമ്മൾ 200 500 വാചകങ്ങളല്ല നമ്മൾ സംസാരിക്കുന്നത്. സോ നമുക്കറിയാവുന്ന ഒരു ഫൈനൈറ്റ് വൊക്കാബുലറി ഉപയോഗിച്ചുകൊണ്ട് വി ആർ ജനറേറ്റിംഗ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് അക്സെപ്റ്റബിൾ ഗ്രമാറ്റിക്കൽ സെൻറ്റൻസസ്. വളരെ ഗ്രമാറ്റിക്കലായി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് ജനറേറ്റീവ് ഗ്രാമർ. ദെൻ നമ്മുടെ ലാംഗ്വേജ് പെർഫോമൻസ് ആൻഡ് ലാംഗ്വേജ് കോമ്പിറ്റൻസ്. ലാംഗ്വേജ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ എബിലിറ്റിയാണ്. ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് നമ്മളുടെ കയ്യിലുള്ള വേർഡ് ബാങ്ക് ഉപയോഗിച്ച് നമ്മളുടെ ഉള്ളിലുള്ള അബ്സ്ട്രാക്ട് കൺസെപ്റ്റുകളെ നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു, സെൻറ്റൻസുകളായി ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾക്ക് കിട്ടുന്ന പ്രൈമറി ലിംഗ്വിസ്റ്റിക് ഇൻപുട്ടിനെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അക്സെപ്റ്റബിൾ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറിലേക്ക് മാറ്റി ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് പ്രൈമറി ലിംഗ്വിസ്റ്റിക് ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് യൂണിവേഴ്സൽ ഗ്രാമറിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലാംഗ്വേജിന് ആവശ്യമായ ഗ്രാമറിൻ്റെ രീതിയിലേക്ക് അതിനെ മാറ്റി എടുക്കുന്നു എന്നുള്ളതാണ് ചോംസ്കിയുടെ തിയറി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫസ്റ്റ് 3 ഇയേഴ്സാണ് ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് എല്ലാ കുട്ടികളും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ലേണിംഗ് പീരീഡിലൂടെ, ലാംഗ്വേജ് ലേണിംഗ് പീരീഡിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ചോംസ്കി പറയുന്നത്. അപ്പോൾ ഈ തിയറി ഒരു അൾട്ടിമേറ്റ് തിയറി അല്ല, ഇതിന് ഒരുപാട് ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്ത ആളുകൾ പറയുന്നത് ഈ തിയറിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടുന്നത്ര എവിഡൻസ് ഇല്ല എന്നുള്ളതാണ് ഈ തിയറിക്കുള്ള ഏറ്റവും വലിയൊരു സപ്പോർട്ട്. അതേപോലെ തന്നെ ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് ബ്രെയിനിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഒരു കൃത്യം സ്പോട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പ്ലനേഷൻ, ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ് എന്നുള്ളത് ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ ഇൻറ്ററാക്ഷനെ പറ്റി യാതൊരു കാര്യങ്ങളും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് ലാംഗ്വേജസ് ഇന്നീറ്റ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ ഇൻറ്ററാക്ഷൻ വേണം എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹം യാതൊന്നും തന്നെ പറയുന്നില്ല എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ ഇൻറ്ററാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ലാംഗ്വേജ് ലേണിങ്ങിൽ ഇദ്ദേഹം ഇഗ്നോർ ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു ക്രിറ്റിസിസമാണ്. അതേപോലെ ഡൗൺ സിൻഡ്രോം പോലെയുള്ള ചില ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരിൽ ലാംഗ്വേജ് ലേണിംഗ് എന്തുകൊണ്ട് ഡിലേഡ് ആവുന്നു എന്നുള്ളതും ഈ ഒരു മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതും ഈ ഒരു തിയറിയുടെ ക്രിറ്റിസിസമാണ്. അപ്പോൾ ഇത്രയാണ് ചോംസ്കിയുടെ തിയറി. ചോംസ്കിയുടെ തിയറിയിൽ പ്രധാനമായും ഓർത്തിരിക്കേണ്ടത് വാട്ട് ഇസ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ദെൻ വാട്ട് ഇസ് യൂണിവേഴ്സൽ ഗ്രാമർ, structure of language, that is deep structure and surface structure, what is generative grammar, then what is transformational grammar, ഇത്രയും കാര്യങ്ങൾ, ആൻഡ് ഹൗ ദ പ്രോസസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ ഹാപ്പൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചോംസ്കിയിൽ നിന്ന് വ്യത്യസ്തമായി വൈഗോസ്കി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.